വചനം തിരുവചനം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തിരിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ തമ്പുരാൻ്റെ 10 വാഗ്ദാനങ്ങളാണ് കാണുക. ഈ 5 വചനങ്ങൾ എനിക്ക് 10 വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തു വയ്ക്കേണ്ടതും ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമാണ്. വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും അണയാത്ത തീ പോലെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട 10 വാഗ്ദാനങ്ങൾ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിൻ്റെ മോതിരദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് 43-ാം അധ്യായം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം ഇസ്രായേലിലെ തിരിച്ചുവരവിനെക്കുറിച്ചാണ് അധ്യായം മുഴുവൻ നമ്മെ പഠിപ്പിക്കുക. അതിൽ 1-ാമത്തെ വചനത്തിൽ യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എനിക്ക് ആരാണ്? യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുക. നിൻ്റെ സൃഷ്ടാവാണ് അവിടുന്ന്. നിന്നെ രൂപപ്പെടുത്തിയവനാണ് അവിടുന്ന്. രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ശരീരത്തിനും മനസ്സിനും മാത്രം രൂപം നൽകുന്നവനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും ഓരോ നിമിഷങ്ങളും ഓരോ മുക്കും മൂലയും പോലും രൂപപ്പെടുത്തി പാതകൾ മെനഞ്ഞു വെച്ചിരിക്കുന്ന, രൂപം നൽകുന്ന കർത്താവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി വെച്ചിരിക്കുക. അവൻ പറഞ്ഞു, യാക്കോബെ, ഞാൻ നിൻ്റെ സൃഷ്ടാവ്, ഞാൻ നിന്നെ രൂപപ്പെടുത്തിയവൻ, എനിക്ക് നിന്നെ നന്നായി അറിയാം, എൻ്റെ കൈകൾ രൂപപ്പെട്ടവനാ നീ. കർത്താവ് പറയുകയാണ്. എന്നിട്ട് കർത്താവിൻ്റെ 10 വാഗ്ദാനങ്ങളിൽ 1-ാമത്തെ വാഗ്ദാനമാണ് ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ 1-ാമത്തെ വാഗ്ദാനം നമുക്ക് തരികയാണ്. നമ്മൾ ഈ 43-ാമത്തെ അധ്യായം ആദ്യഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ, അവിടുന്ന് എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എന്നെ സൂക്ഷിക്കുക മാത്രമല്ല, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും കൂടെയുള്ള ഒരു കർത്താവ്. എന്നിട്ട് ഈ വചനം നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മാസ്റ്ററാകാൻ, കൺട്രോൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തമ്പുരാൻ, എന്നെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, എന്നെ മുഴുവനായി തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഒരു പൊസസീവ് നേച്ചർ തമ്പുരാൻ്റെ സ്നേഹത്തിലുണ്ടെന്ന് തോന്നിപ്പോകുന്ന ഒരു വചനഭാഗമാണിത്. അവൻ എത്രത്തോളമാണ് എന്നെ കരുതുന്നത് എന്ന് നമ്മൾ കാണും. അവൻ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ കൂടെയുണ്ടാകും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കൂടെയുണ്ടാകും. ആ ഒരു ചിന്തയോടെ വേണം ഈ വചനഭാഗം നമ്മൾ കേൾക്കുവാൻ. 1-ാമതായി ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ, ഈ ഭയപ്പെടേണ്ട എന്ന് ഭയന്നിരിക്കുന്ന ഒരു മനസ്സിനോട് പറയുമ്പോൾ ആ മനസ്സിലേക്ക് തമ്പുരാൻ വിശ്വാസം നിറയ്ക്കുകയാണ്. വിശ്വാസവും ഭയവും. ഭയമുള്ളിടത്ത് വിശ്വാസമില്ല, വിശ്വാസമുള്ളിടത്ത് ഭയമില്ല. നമ്മൾ യോഹന്നാസ്ലീഹായുടെ ലേഖനത്തിൽ കാണും, സ്നേഹമുള്ളിടത്ത് ഭയമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. എന്നാൽ തമ്പുരാൻ ഇവിടെ ഒരു കാര്യം പറയുക, ഭയപ്പെടേണ്ട. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ
അത് പൗലോസ്ലീഹ അനുസ്മരിപ്പിക്കുന്നുണ്ട്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെയാണ്, ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അതായത് എൻ്റെ ഉള്ളിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക, നിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിപ്പുണ്ട്, ആത്മാവ് നിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, നിന്നെ നിയന്ത്രിക്കാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട്. ഭയപ്പെടേണ്ടെന്ന് ദൈവം എപ്പോഴൊക്കെ പറയുന്നോ അതപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കണം. വിശ്വാസത്തിൽ നടക്കാൻ എന്നെ തമ്പുരാൻ വിളിക്കുകയാണ്. അവൻ്റെ സ്നേഹം ഭയം മാറ്റിവെക്കും എന്ന് പറയുമ്പോൾ ദൈവം എപ്പോഴൊക്കെ എന്നെ വിളിക്കുന്നു അപ്പോഴൊക്കെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് വിടാൻ ആഗ്രഹിച്ചിട്ടല്ല, കൂടെ നടക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വിളിക്കുന്നത്. കർത്താവ് എനിക്ക് പരിചയമായി മാറുകയാണ്, കർത്താവ് എൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മളത് കാണും. അബ്രാഹവുമായി ഉടമ്പടി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് 1-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അബ്രാഹിമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ഇവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നീ ഭയപ്പെടേണ്ടാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ നിനക്ക് പരിചയമായതുകൊണ്ടാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 15:1 നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വലുതാണെന്ന് സ്വർഗം അബ്രാഹത്തോട് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഉടനീളം വിശ്വാസികളുടെ പിതാവായി അബ്രാഹത്തെ മാറ്റുമ്പോൾ മോറിയ മല വരെ എത്തി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് അബ്രാഹത്തെ കൊണ്ടുപോകാൻ പരിചയമായി കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോൾ ആ തമ്പുരാൻ തന്നെ പ്രവാചകങ്ങളിലൂടെ ഇന്ന് എന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ടതില്ല. പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞിട്ട് ഏറ്റുപറഞ്ഞു. റോമ 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? കൂടെ നിൽക്കുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ ആ സമയം തന്നെ കാണാൻ സ്വർഗം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പിന്നെ നമ്മൾ കാണും നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, തമ്പുരാൻ ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് അത് ചെന്ന് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. വചനം പറയുക, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഭയമോ പരിഭ്രമമോ വേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവിനെയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കാണുന്നത്. അത് പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു കൊച്ചു വാക്കല്ല, മറിച്ച് ഞാൻ നിൻ്റെ കൂടെ വരുന്നു, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ഞാൻ നിനക്ക് പരിചയമാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ 1-ാമത്തെ വാഗ്ദാനം. 2-ാമത്തെ വാഗ്ദാനം ഇതാണ്, രക്ഷ നൽകുന്ന ഒരു കർത്താവ്. അതാണ്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ രക്ഷ തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ആ രക്ഷ എപ്രകാരമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് സ്വർഗം തന്നിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷ, പ്രിയപുത്രൻ കുരിശിലേറി കുരിശുമരണത്തിലൂടെ പാപത്തെയും മരണത്തെയും ജയിച്ച് അവിടുന്ന് സ്വർഗത്തിലേക്ക് ഉത്ഥിതനായെങ്കിൽ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന ചിന്ത എനിക്ക് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, യെശയ്യാ പ്രവാചകനിലൂടെ ഈ വചനം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ യെശയ്യാ 44:22 വചനം ക്രിസ്തുവിൽ അന്വർത്ഥമായി മാറിയിരിക്കുകയാണ്. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു ക്രിസ്തുവിനെ ഞാൻ ധ്യാനിക്കുക എന്നതാണ്. ആ ക്രിസ്തുവിനെ സ്വർഗം എനിക്ക് തന്നു എന്നതാ എൻ്റെ 2-ാമത്തെ സ്വർഗത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുക. സ്വർഗം എനിക്ക് തരുന്ന 2-ാമത്തെ വാഗ്ദാനമാണ് രക്ഷ. അവൻ്റെ രക്തം വഴി എനിക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇനി സ്വർഗത്തിൻ്റെ 3-ാമത്തെ ഒരു വാഗ്ദാനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേരെടുത്ത് വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തുക. എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കുക. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അവൻ്റെ പേര് വഴിയാണ്. അല്ല ഒരു കുടുംബപ്പേര് നമ്മൾ കാണുമ്പോൾ ചോദിക്കും, എന്താ നിൻ്റെ വീട്ടുപേര്? നിൻ്റെ വീട്ടുപേര് എന്താ എന്ന് ചോദിക്കുമ്പോൾ ചില വീട്ടുപേരൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ വീടാണല്ലോ, ഭയങ്കര സന്തോഷം. അത്രയും വലിയ വീട്ടുപേരിനൊരു മഹിമയുണ്ട്. എന്നാൽ സ്വർഗം എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പേരിലാണ്.
വിളിച്ചത് സ്വർഗമാണ്. സ്വർഗരാജ്യത്തിലേക്കാണ് എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ സ്വയം ഒന്ന് പരിശോധിച്ചാൽ ഈ പേര് വിളിക്കപ്പെടുന്ന കാര്യത്തിൽ അഭിമാനമുണ്ടോ? നമ്മൾ ഒരു യാത്രയങ്ങ് നടത്തുക, ഒരു ജീവിതം അങ്ങ് പോകുക. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ ആരുടെ സ്വന്തം, ആരുടെ കുടുംബത്തിൽ അംഗം, ആരാണ് എനിക്ക് പേര് നൽകിയിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാൻ സ്വർഗം എന്നോട് പറയുകയാണ്. മകനെ, മകളെ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം പറയുന്നതാണ് മൂന്നാമത്തെ വാഗ്ദാനം. നാലാമത്തെ വാഗ്ദാനമാണ് നീ എൻ്റേതാണ്. നീ എൻ്റേതാണ്. ഒരു ഓണർഷിപ്പ് സ്വന്തമാക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരുടെ സ്നേഹത്തിലും അവരുടെ സ്വന്തമാകാനും ആഗ്രഹിക്കുന്ന ഈ നാളിൽ സ്വർഗം ഓണർഷിപ്പ് എടുത്തിരിക്കുന്ന, സ്വർഗത്തിൻ്റെ സ്വന്തമായ ഞാനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പല ജീവിതങ്ങൾക്കുമില്ല. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഞാനും നിങ്ങളും തിന്മയുടെ വഴികളെ ഒരിക്കലും സ്വീകരിക്കില്ല, പുലുകുകയില്ല. കർത്താവ് എന്നോട് വചനത്തിലൂടെ പറയുകയാ, അവൻ എൻ്റെ അപ്പൻ, ഞാൻ അവൻ്റെ മകൾ അല്ലെങ്കിൽ അവൻ്റെ മകൻ. അവൻ്റേതായി അവന് വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കണം. അതാണ് നീ എൻ്റേതാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ, എൻ്റെ ഈശോയെ, എൻ്റെ സമസ്തവുമേ എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയാറുണ്ട് കർത്താവിനോട്. കർത്താവിൻ്റെ സ്വന്തമായി മാറുമ്പോൾ എന്നെയും നിങ്ങളെയും വിശുദ്ധിയിലേക്കാണ് സ്വർഗം വിളിക്കുന്നത്. തിരിച്ചറിവ് വേണം. വിലപ്പെട്ട എൻ്റെ ജീവിതത്തെ സ്വർഗം തിരഞ്ഞെടുത്തതാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, സ്വർഗം വിളിച്ചതാണെന്നും സ്വർഗത്തിൻ്റേതാണെന്നും ഞാൻ ബോധ്യപ്പെട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിന് സ്വർഗീയ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം, തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. മക്കൾ, നിങ്ങൾ എൻ്റേതാണ് എന്ന് പറയുമ്പോൾ അപ്പൻ്റെ മക്കൾ എന്നുള്ള ഒരു വലിയ കൃപയാണ് സ്വർഗം എനിക്കും നിങ്ങൾക്കും തരുന്നത്. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ വാഗ്ദാനമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ നിൻ്റെ കൂടെയുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്. ജോഷുവായോട് തമ്പുരാൻ പറയും, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടാകും. ജോഷുവ 1:9 വചനമാണ്. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും. സങ്കീർത്തകൻ പലതവണ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ഒപ്പമുണ്ട്. മലകളെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും, പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. മരണത്തിൻ്റെ താഴ്വരയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലേണ്ടി വരും. കുഴികൾക്കുള്ളിൽ ഞാൻ അകപ്പെട്ടു പോയെന്ന് വരും. അവിടെയും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നൊരു ബോധ്യം എനിക്കുണ്ടാവണം. എൻ്റെ ദൈവം ഞാൻ തനിച്ചല്ല, അവൻ എൻ്റെ ഒപ്പമുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 10-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും. പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഒപ്പമുണ്ട്, ഇനി ഞാൻ തനിച്ചല്ല. വചനം പറയുകയാണ്, പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ വേദനിച്ച് ഓടിമറയേണ്ട കാര്യമില്ല. വചനം എഴുതിയിരിക്കുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എൻ്റെ പ്രതിസന്ധികളിൽ ഓടി എന്നെ തനിച്ചാക്കി ഓടിപ്പോകുന്ന ഇടയാനല്ല എൻ്റെ കൂടെയുള്ളത്. എൻ്റെ ഒപ്പം ഉണ്ടുറങ്ങി എൻ്റെ വേദനകളിൽ പങ്കുചേരുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വസ്തനായൊരു ദൈവം, പ്രലോഭനങ്ങളിൽ തളരാതിരിക്കാൻ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് സ്വർഗം എനിക്ക് പരിചയപ്പെടുത്തി തരിക. അതാണ് സ്വർഗം ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന 5-ാമത്തെ വാഗ്ദാനത്തിൻ്റെ ആഴപ്പെട്ട അർത്ഥം. ഇനി 6-ാമത്തെ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിൻ്റെ ദൈവമാണ് എന്നൊരു വാഗ്ദാനം കർത്താവ് നമുക്ക് തരികയാണ്. അതാണ് 3-ാമത്തെ വചനം, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. ഞാൻ നിൻ്റെ മോചനദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും കൊടുത്തു. 43:3 പറയുക, ഞാൻ നിൻ്റെ ദൈവമാണ്. ഐ ആം ദ ലോർഡ്. കർത്താവ്, പഴയ നിയമത്തിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്ന ജനത്തോട് പറയും,
ഞാൻ നിൻ്റെ ദൈവം. ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണും 20-ാമത്തെ അധ്യായം. ലേവ്യരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ അത് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനാണ് നിൻ്റെ കർത്താവ്, ഞാനാണ് നിൻ്റെ ദൈവം, ഞാനല്ലാതെ. നമുക്കറിയാം 1-ാം പ്രമാണം തന്നെ പറയും, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. 20-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം ഇതാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ദൈവമാണ്, നിൻ്റെ ഒപ്പമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 5 വരെയുടെ വചനങ്ങളിൽ സ്വർഗം നമുക്ക് തരുന്ന കുറേയധികം വാഗ്ദാനങ്ങളുണ്ട്. ആ കുറേയധികം വാഗ്ദാനങ്ങളിൽ 1-ാമത്തെ വാഗ്ദാനമാണ് വചനം നമ്മളെ പഠിപ്പിക്കുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ടാവും, ഞാൻ നിൻ്റെ ദൈവമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം? തകർന്നു പോകുമ്പോഴും വേദനിക്കുമ്പോഴും നീറുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും നീ ഈ വചനം ആവർത്തിച്ച് ഈ 5 വചനങ്ങളൊന്ന് വായിച്ചാൽ നിൻ്റെ വേദന മാറിപ്പോകും. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് പകരം മോചനദ്രവ്യമായി തന്നെ തന്നെ കുരിശിൽ കൊടുത്തൊരു കർത്താവുണ്ടല്ലോ, നിന്നെ സ്വന്തമാക്കി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ. നിൻ്റെ കൈ തളരുമ്പോൾ, നിൻ്റെ മനസ്സ് തളരുമ്പോൾ, നിൻ്റെ നെഞ്ച് നീറുമ്പോൾ കർത്താവ് നിൻ്റെ കൂടെയുണ്ടാകുമെന്ന് പഠിപ്പിച്ചുറപ്പിക്കുന്ന ഒരു ദൈവം, വാക്കുമാറാത്തൊരു ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ സ്വർഗം നമ്മളെ ക്ഷണിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ. നമ്മൾ വീണ്ടും കാണും, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനായി മാറിയിരിക്കുന്നു. രക്ഷ തന്ന കർത്താവ് എൻ്റെ രക്ഷകനായി മാറി എന്നുള്ളതാണ് 7-ാമത്തെ കർത്താവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണും, എൻ്റെ രക്ഷകൻ ലോകത്തിൻ്റെ രക്ഷകനാണ്, എൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ രക്ഷകൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ എഴുതുകയാണ്, അതെ, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ഞാൻ തന്നെയാണ് നിങ്ങളുടെ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അടുത്ത വചനം പറയുകയാണ്, മന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെയായിരിക്കും. അതിൻ്റെ അടുത്ത് മനോഹരമായ വചനം കർത്താവ് പറയുകയാണ്, എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല, എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവം തരുന്ന രക്ഷയെ മറികടക്കാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. അത് രക്ഷകനായ കർത്താവിൽ നിന്ന് വരുന്ന അതേ വചനമാണെന്ന് വചനം പഠിപ്പിച്ചു വയ്ക്കുകയാണ്. നമ്മൾ കാണും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വചനം, കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിച്ചുല്ലസിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വീണ്ടും കാണും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വചനം, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷകനായ കർത്താവ്, ശക്തി പകരുന്ന കർത്താവ്, എനിക്ക് ബലം പകരുന്ന കർത്താവ്, എന്നെ വീണ്ടെടുക്കുന്ന കർത്താവ്. കർത്താവ് എന്നെ വീണ്ടെടുക്കും. എനിക്ക് തെറ്റുപറ്റിയോ, തകർച്ചയുണ്ടായോ, ഞാൻ തെറ്റായ വഴിയിലാണോ യാത്ര ചെയ്യുന്നത്, അവൻ്റെ രക്ഷ വീണ്ടെടുപ്പിൻ്റെ രക്ഷയാണ്. കുഴിയിൽ വീണവനെ കുഴിയിലേക്ക് ഇടുന്ന രക്ഷയല്ല, മറിച്ച് കുഴിയിൽ വീണവനെ പിടിച്ചു കയറ്റുന്ന ഒരു രക്ഷയുണ്ട്. അതാണ് കർത്താവിൻ്റെ രക്ഷ, വീണ്ടെടുപ്പിൻ്റെ രക്ഷ. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ കർത്താവിന് മാത്രമേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അക്കമിട്ട് ഓർമ്മിച്ച് തിരിച്ചു തരുന്ന ഒരു രക്ഷകനാണ് നമ്മുടെ കർത്താവെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. നമ്മൾ കാണും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാമത്തെ വചനം, സമരിയാക്കാരിയും ഈശോയും അവർ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. സമരിയാക്കാരി നഷ്ടപ്പെട്ടു പോയായിരുന്നു. കർത്താവ് അവളെ മാത്രം തേടി സിക്കാർ പട്ടണത്തിൽ ചെന്നിരുന്ന് അവൾക്ക് വേണ്ടി കാത്തിരുന്ന കർത്താവ് അവളെ സ്വന്തമാക്കിയെങ്കിൽ അവൾ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് സമരിയ ദേശത്ത് പറഞ്ഞു വെച്ചപ്പോൾ ആ സമരിയക്കാർ അവരോട് പറയുകയാ,
ഇനി നിൻ്റെ വാക്ക് കേട്ടിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇവനാണ് ലോകരക്ഷകനെന്ന് ഇവനിൽ നിന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ശ്രവിച്ചു, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ രക്ഷകനായ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല. അവൻ എന്നെ വീണ്ടെടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. ഇനി അടുത്ത വാഗ്ദാനമാണ്, കർത്താവിൻ്റെ കണ്ണുകളിൽ ഞാൻ വിലപ്പെട്ടതാണ്. കർത്താവിൻ്റെ കണ്ണുകൾ ഞാൻ വിലപ്പെട്ടതാണെന്ന് 4-ാമത്തെ വചനം പറയുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു, നിന്റെ ജീവന് പകരമായി മനുഷ്യരെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് എനിക്കിട്ടിരിക്കുന്ന വില അവൻ്റെ കുരിശുമരണത്തിൻ്റെ വിലയാണ്. അമൂല്യമായ കുഞ്ഞാണ്ടിതുപോലെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എനിക്കിട്ടിരിക്കുന്ന വില അവൻ്റെ കുരിശുമരണത്തിൻ്റെ വിലയായതുകൊണ്ടാണ് ഇവിടെ വചനം പറഞ്ഞു വയ്ക്കുക, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. സ്വർഗപിതാവ് പറയുക, നീ എനിക്ക് വിലപ്പെട്ടവനാ, കാരണം എൻ്റെ പുത്രൻ്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവളാ. അതുകൊണ്ട് നീ എനിക്ക് പ്രിയങ്കരനാണ്. നിന്നെ രക്ഷിക്കാൻ, നിന്നെ വീണ്ടെടുക്കാൻ, നിൻ്റെ തകർച്ചകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തിനും സന്നദ്ധമായി നിൽക്കുന്ന ഒരു ദൈവം, എനിക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു കാര്യം സ്വന്തമാക്കാൻ ഞാൻ ഇറങ്ങും. അത് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയും, സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഈശോ പറയും, ഒരുവൻ സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ്. അത് കണ്ടെത്തുമ്പോൾ മറ്റെല്ലാം അവൻ വിറ്റിട്ട് പോയി ആ വയലങ്ങ് സ്വന്തമാക്കുകയാണ്. വിലപ്പെട്ടത് എവിടെയുണ്ടെന്നറിഞ്ഞ് അത് തേടിപ്പോകുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ. അതാ അപ്പോൾ തമ്പുരാൻ എനിക്കൊരു വിലയിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാനിട്ട വിലയിൽ ഞാൻ ഒട്ടും മായം കലർത്താൻ പാടില്ല. അതിൻ്റെ മൂല്യം, എൻ്റെ പാവം മൂലം ഞാൻ കുറച്ച് കളയാൻ പാടില്ല. കർത്താവേ, ഞാൻ നിനക്ക് വിലപ്പെട്ടവനാ, പുത്രൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവളാ, എനിക്ക് വിലയുണ്ട്. ആ ഒരു ചിന്തയോടെ എൻ്റെ ജീവിതത്തെ അവിടെയും ഇവിടെയും തൂകിക്കളയാതെ, അവിടെ ഇവിടെയും ഇട്ടുകളയാതെ വിശുദ്ധിയിൽ മുന്നോട്ട് പോകാൻ സ്വർഗം എന്നെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനം, തൻ്റെ ഏകജാതൻ വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി അവരെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഒരിക്കലും വേർപിരിയാത്ത, മാറ്റി നിർത്താത്തൊരു കർത്താവിനെ ഹെബ്രായ ലേഖനം പരിചയപ്പെടുത്തും. 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കേട്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ, മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങൾ ഈ 5 വചനങ്ങളിൽ കർത്താവ് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് നിരന്തരം ധ്യാനിച്ച് പ്രത്യാശയിൽ ജീവിക്കാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ദൈവമേ, നീ എന്നോട് പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ കണ്ണുകളിൽ വിലപ്പെട്ടതാണ്. കർത്താവെ, നീ പറഞ്ഞ ഓരോ വചനങ്ങളും എൻ്റെ കാതുകൾ നിരന്തരം മുഴങ്ങട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ നിനക്ക് വിലപ്പെട്ട എൻ്റെ ജീവിതത്തെ വിലയോടെ കാത്തു സൂക്ഷിക്കാൻ, വിശുദ്ധികൾ ജീവിക്കാൻ, എന്നെ ഭയപ്പെടുത്തുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ഞാൻ തള്ളിക്കളഞ്ഞ് കർത്താവെ, നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒരു ജീവിതം നയിക്കാൻ നീ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ യാത്ര ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.